നല്ല പഴുത്ത നേന്ത്രപ്പഴം ഉണ്ടോ? കളയണ്ട കേട്ടോ. നല്ല അസല് പുഡിങ് ഉണ്ടാക്കാം. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന പുഡിങ്. ഇത് കഴിക്കുന്നവർ ചോദിക്കും എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന്. അത്ര ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ്ങാണ്. എളുപ്പത്തിൽ തയ്യാറാക്കാം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. ഇപ്പോൾ നമ്മുടെ ഈ ബനാന പുഡിങ് ഉണ്ടാക്കാനായിട്ട് നല്ല പഴുത്ത നേന്ത്രപ്പഴമായിട്ടുള്ളത്. അതിൻ്റെ കളറൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. അത് നമുക്ക് തൊലി കളഞ്ഞെടുക്കാം. ഒരു നേന്ത്രപ്പഴം മതി കേട്ടോ. അത്യാവശ്യം വലിയൊരു നേന്ത്രപ്പഴമാണ്. നമുക്ക് വട്ടത്തിൽ മുറിച്ചെടുക്കാം. നമുക്ക് ഒരു പാനിലേക്ക് നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 1.5 ടേബിൾ സ്പൂണൊക്കെ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന പഴം ഇട്ട് കൊടുക്കാം. എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് നിരത്തി വെച്ച് കൊടുക്കാം. ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് ഒന്ന് കളർ മാറ്റിയെടുക്കാം. ഒരുപാട് അങ്ങ് ഡാർക്ക് കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല. ആ സൈഡായിട്ടുണ്ട്. നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ചെറുതായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ കളർ വന്നിട്ടുണ്ട്. അത് മതി. ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് നെയ്യോടെ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ എല്ലാവരും പറയാറുണ്ട് ഈ സ്റ്റീലിൻ്റെ സ്പൂൺ എടുക്കരുത് ഇതിൽ എന്നൊക്കെ. പക്ഷേ ഇത് ഞാൻ പാനിൽ തട്ടുന്നില്ല കേട്ടോ. ജസ്റ്റ് പഴത്തിൽ മാത്രമേ തട്ടുന്നുള്ളൂ. അതവിടെ ഇരുന്ന് ആവട്ടെ. ആ സമയത്ത് നമുക്ക് അടുത്ത അടുപ്പിൽ ഒരു പാനിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ടൊന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. പഞ്ചസാര ഇട്ടതിന് ശേഷം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇളക്കാതെ വെക്കരുത്. കാരണം അടിഭാഗം ആദ്യം കാരമലൈസ് ചെയ്ത് അത് കരിഞ്ഞു പോകും. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുത്താൽ മതി. വെള്ളമൊന്നും ഒഴിക്കണ്ട. അതിൻ്റെ കളർ മാറി വരുമ്പോൾ തീ കുറച്ച് വെച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് മെൽറ്റായി ലൈറ്റ് ഗോൾഡൻ കളർ മതി. ഒരുപാട് നമ്മൾ കേക്കിനൊക്കെ കാരമലൈസ് ചെയ്യുന്ന പോലെ ഡാർക്ക് കളർ ആക്കണ്ട. ലൈറ്റ് കളർ മതി. നമ്മൾ പുഡിംഗ് ഉണ്ടാക്കുന്ന ഈ ഒരു ട്രേയിലാണ് കേട്ടോ. ബൺ കേക്കിൻ്റെ ട്രേ ആണ്. ഈ ട്രേ ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല. നമ്മുടെ സാധാരണ ചുറ്റും പാത്രമോ അല്ലെങ്കിൽ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു സ്റ്റീൽ പാത്രമോ ഒക്കെ എടുത്തിരുന്നാൽ മതി. ഇത് പിന്നെ കാണാൻ ഒരു ലുക്കാണല്ലോ. അതിന് വേണ്ടിയിട്ട് ഇത് എടുത്തുന്നേ ഉള്ളൂ. കാരമലൈസ് ചെയ്ത പഞ്ചസാര നമുക്ക് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ച ഉടനെ തന്നെ നമുക്ക് എല്ലായിടത്തോട്ടും അങ്ങ് ചുറ്റിച്ചു കൊടുക്കാം. ഉടനെ തന്നെ ചുറ്റിക്കണം. വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് കട്ടിയായി പോകും. ഇതിപ്പോൾ നോൺ സ്റ്റിക്ക് ആണ്. നോൺ സ്റ്റിക്ക് ആയാലും നമ്മൾ ജസ്റ്റ് ഒന്ന് ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഇളകി വരും കേട്ടോ. പക്ഷേ ഇല്ലെങ്കിലും കുഴപ്പമില്ല. സ്റ്റീൽ പാത്രമാണെങ്കിൽ ഒന്ന് നെയ്യാക്കി കൊടുക്കുകയായിരിക്കും നല്ലത്. ഇത് ഇപ്പം തന്നെ കട്ടിയായി. ഇനി കട്ടിയായിരിക്കുന്നതിൻ്റെ മുകളിലേക്ക് നമ്മൾ വാട്ടി വെച്ചിരിക്കുന്ന പഴം ഓരോ കഷ്ണങ്ങളായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അടുപ്പിച്ചിടുന്നില്ല. ഗ്യാപ്പിട്ട് അങ്ങ് വെച്ച് കൊടുക്കുക. മുഴുവനും എടുക്കണ്ട. പകുതി മാത്രം എടുത്തിരുന്നാൽ മതി. 8 സ്ലൈസ് വെച്ചിട്ടുണ്ട്. അത് മതി. അത് അവിടെ ഇരിക്കട്ടെ. നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്തെടുക്കാം. നമുക്കൊരു ബൗളിലേക്ക് 2 വലിയ മുട്ടയാണ് ഇട്ട് കൊടുക്കുന്നത്. ചെറുതാണെങ്കിൽ 3 എണ്ണം ഇടാം. അതിലേക്ക് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്കൊരു 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ വാനില എസൻസ് ആണ് ചേർക്കുന്നത്. വാനില എസൻസ് ഇല്ലെങ്കിൽ പഞ്ചസാരയുടെ കൂടെ ഏലക്കായും കൂടെ പൊടിച്ചങ്ങ് ചേർത്തിരുന്നാൽ മതി. എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. പശുവും പാലാണ് ഒഴിക്കുന്നത്. തിളപ്പിച്ചതോ തിളപ്പിക്കാത്തതോ ആയിട്ടുള്ള ഏതായാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിൽ പഞ്ചസാര തരിയൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റാക്കി എടുക്കാം. മിക്സിയിലൊന്നും അടിച്ച് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. സ്പൂൺ വെച്ച് തന്നെ ഒന്ന് ഇളക്കിയിട്ടാൽ മതി. നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒരു 4 സ്ലൈസ് ബ്രെഡ് മുറിച്ചങ്ങ് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ അത് പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ലൊരു അത്രയ്ക്ക് ഫൈൻ പൗഡറൊന്നുമല്ല. ചെറിയ തരിതരിപ്പോട് കൂടി നമ്മൾ ബ്രെഡൊക്കെ പൊടിക്കുമ്പോൾ ഉണ്ടാവില്ല, അതുപോലെ തന്നെ അങ്ങ് ഇട്ടിട്ടുണ്ട്. അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പഞ്ചസാര നന്നായിട്ട് മെൽറ്റായി എന്നൊന്ന് ഉറപ്പ് വരുത്തണേ. ഇനി നമുക്ക് ബാക്കി മാറ്റി വെച്ച പഴമില്ലേ, നേന്ത്രപ്പഴം, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിപ്പം അത്യാവശ്യം വലിയൊരു നേന്ത്രപ്പഴം കേട്ടോ. ചെറിയ നേന്ത്രപ്പഴമാണെങ്കിൽ 2 എണ്ണം ഒക്കെ എടുക്കാം. കൂടുതലെടുത്തു എന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ബാറ്റർ കുറച്ചൊന്ന് ഒഴിച്ചൊന്ന് നമുക്ക് നന്നായിട്ടതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ചും കൂടെ ഈ ബാറ്റർ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് ഒന്ന് കറക്കിയെടുത്താൽ മതി. ബ്രെഡ് ഒരുപാടങ്ങ് അരച്ച് കളയണ്ട. അപ്പോൾ അതിൻ്റെ പുഡിങ്ങിൻ്റെ സോഫ്റ്റ്നെസ് മാറിപ്പോകും. പുഡിങ് ഉണ്ടാക്കുമ്പോൾ തന്നെയാണെങ്കിൽ എല്ലാം കൂടെ മിക്സിയിലിട്ട് അടിച്ചെടുക്കുന്നതിലും ഇതുപോലെ പൊടിയായിട്ടിടുമ്പോൾ ആ പുഡിങ്ങിന് നല്ലൊരു സോഫ്റ്റ്നെസ് ആയിരിക്കും. അപ്പോൾ അത് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കതും കൂടെ ഇതിലേക്ക് അങ്ങ് ഒഴിക്കാം. അതാകുമ്പം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് മിക്സായി കിട്ടും. അല്ലെങ്കിൽ നമ്മൾ കുറച്ച് കൂടുതൽ സമയം ഇളക്കണം അത് മിക്സായി കിട്ടാനായിട്ട്. നമ്മൾ പുഡിങ് ഉണ്ടാക്കുന്നത് നമ്മുടെ ഓവൻ സെറ്റപ്പാണ് കേട്ടോ. സാധാരണ അലൂമിനിയം പാത്രമാണ്. അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ സാധാരണ അപ്പച്ചമ്പായാലും മതി, ഇഡലിച്ചമ്പായാലും മതി, ഏതായാലും കുഴപ്പമൊന്നുമില്ല. ഇത് ഞാൻ കുറച്ച് വലിയ പാത്രമാണ് എടുത്തത്. 8 ഇഞ്ചിൻ്റെ ട്രേ ആണ്. അപ്പോൾ അത് കൊള്ളണമെങ്കിൽ കുറച്ച് വലുത് തന്നെ വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഓവൻ സെറ്റപ്പ് എടുത്തോന്നേ ഉള്ളൂ. അതിലേക്കൊരു റിങ് ഇറക്കി വെച്ച് കൊടുക്കാം. ഒരു പ്ലേറ്റും കൂടെ വെച്ചിട്ടുണ്ട്. നമ്മുടെ ട്രേ ശരിക്കും ഇരിക്കത്തില്ല, അതുകൊണ്ട്. ഇപ്പം നമ്മുടെ പഞ്ചസാര കാരമലൈസ് ചെയ്തതും പഴവും എല്ലാം നല്ല കട്ടിയായി സെറ്റായിട്ട് ഇരിപ്പുണ്ട്. ഇളകുന്നൊന്നുമില്ല. പഴം അടിയിലിട്ടിട്ട് അതിൻ്റെ മുകളിൽ കാരമലൈസ് ചെയ്ത് പഞ്ചസാര ഒഴിക്കരുത് കേട്ടോ. കാരണം നമ്മളത് ഡിമോൾഡ് ചെയ്തെടുക്കുന്ന സമയത്ത് കുറച്ച് പഞ്ചസാര അവിടെ അടിഭാഗത്ത് ഒട്ടിയിരിക്കും. അപ്പോൾ അതിൻ്റെ കൂടെ ഈ പഴവും അവിടെ തന്നെ ഒട്ടിപ്പോവും. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. നമുക്കിതിൻ്റെ മുകളിലേക്ക് നമ്മുടെ പുഡിങ്ങിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. നല്ല ലൂസായിട്ടായിരിക്കും കേട്ടോ ഉണ്ടാവുക. കുഴപ്പമൊന്നുമില്ല. അത് സെറ്റായി കിട്ടിക്കോളും. വെള്ളം തിളച്ചിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ട്രേ ഇറക്കി അങ്ങ് വെച്ച് കൊടുക്കാം.
ഇനി ഇതിൽ അലുമിനിയം ഫോയിൽ ഉണ്ടെങ്കിൽ അലുമിനിയം ഫോയിൽ വെച്ച് ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത്, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഹോൾസ് ഇട്ട് കൊടുക്കണം കേട്ടോ, ഇല്ലെങ്കിൽ അത് വെന്ത് കിട്ടില്ല ഉള്ളിലേക്ക്. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ ഒരു അടപ്പെടുത്ത് അടച്ചു വെച്ചിരുന്നാൽ മതി. അടയ്ക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, ചെറിയൊരു ഗ്യാപ്പ് ഇട്ട് കൊടുക്കണം ഉള്ളിലേക്ക് ആ ഒരു ചൂട് കിട്ടണമെങ്കിൽ. ഇല്ലെങ്കിൽ ഇതിലേക്ക് ആവിവെള്ളം വീണു പോവും, വേവാൻ കൂടുതൽ സമയം എടുക്കുകയൊക്കെ ചെയ്യും. ചെറിയൊരു ഗ്യാപ്പ് മതി. ഇനി നമുക്ക് നമ്മുടെ ഓവൻ സെറ്റപ്പ് മൊത്തമായിട്ട് അങ്ങ് അടച്ചു വെച്ച് കൊടുക്കാം. ഇത് അപ്പച്ചമ്പിലാണെങ്കിൽ അപ്പച്ചമ്പിൻ്റെ അടപ്പുകൊണ്ട് അടച്ചു വെച്ച് കൊടുത്താൽ മതി. അടച്ചു വെച്ച് ഒരു അരമണിക്കൂർ മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. അപ്പം നമുക്ക് തുറന്ന് നോക്കാം. പുഡിങ് റെഡി ആയിട്ടുണ്ട്. മുകളിൽ തൊട്ട് നോക്കിയാൽ കുറച്ചൊന്ന് കട്ടിയായിട്ടുണ്ട്, പക്ഷേ ഒരുപാട് കട്ടിയായിട്ടുണ്ടാവില്ല കേട്ടോ, കുറച്ച് നല്ല സോഫ്റ്റ് ആയിട്ടായിട്ടുണ്ടാവുക. തണുത്ത് കഴിയുമ്പം സെറ്റായി കിട്ടും. പുറം ഭാഗമൊക്കെ കുറച്ച് ചുക്കി ചുളിഞ്ഞൊക്കെയാണ് ഇരിക്കുന്നത്. ഇനി ഇത് നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഒരു ടവലിട്ടിട്ട് അങ്ങ് അടച്ചു വെച്ച് നന്നായിട്ട് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം. ഒരു ഓവർനൈറ്റ് തണുപ്പിച്ചെടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. തീരെ സമയമില്ലാന്നുണ്ടെങ്കിൽ ഒരു 2 മണിക്കൂറൊക്കെ ഫ്രീസറിൽ വെച്ച് ഒന്ന് തണുപ്പിച്ച് വേണമെങ്കിൽ എടുക്കാം. പക്ഷേ ഉള്ളിലേക്കൊക്കെ നല്ല എല്ലായിടത്തും ഒരേപോലെ തണുത്ത് നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ ഓവർനൈറ്റ് വെക്കുന്നതാണ് കേട്ടോ നല്ലത്. ഞാനിപ്പോൾ എന്തായാലും തണുത്തതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കും, നാളെ എടുക്കാം. അപ്പം നെക്സ്റ്റ് ഡേ ആയിട്ടുണ്ട്. നന്നായിട്ട് തണുത്തിരിക്കുന്ന പുഡിങ്ങാണ്. നമുക്ക് ഡിമോൾഡ് ചെയ്യാം. പ്ലേറ്റിലേക്ക് ഇട്ട് ജസ്റ്റ് ഒന്ന് തട്ടി കൊടുത്താൽ മതി കേട്ടോ. തട്ടി വരാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ടവലൊന്ന് ചൂടുവെള്ളത്തിൽ മുക്കി ഒന്ന് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ അതങ്ങ് ഇളകി വന്നോളൂ. ആ കാരമലൊക്കെ ഒലിച്ച് വരുന്നുണ്ട്. ഇനി കുറച്ച് സമയം ഇരിക്കുമ്പോൾ മുകളിലുള്ള കാരമലൊക്കെ അങ്ങ് താഴോട്ട് വന്നോളൂ കേട്ടോ. പുഡിങ്ങിൻ്റെ ട്രെയിലും കുറച്ച് കാരമൽ ഇരിപ്പുണ്ട്, അതങ്ങ് ഊറ്റി ഒഴിച്ചു കൊടുക്കാം. അടിപൊളി, കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ, നല്ല ലുക്കുണ്ട്. നമുക്ക് കട്ട് ചെയ്ത് കഴിക്കാം. കട്ട് ചെയ്യട്ടെ. നല്ല സോഫ്റ്റാണ് കേട്ടോ, കട്ട് ചെയ്യുമ്പോൾ മനസ്സിലാവുന്നില്ലേ. നമുക്കിങ്ങ് എടുക്കാം, ഒരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. കുറച്ച് സിറപ്പും കൂടെ ഒഴിക്കണം കേട്ടോ, എന്നാലും അതും കൂടെ കൂട്ടി കഴിക്കാനാണ് ടേസ്റ്റ്. സിറപ്പ് ഒഴിച്ചു കൊടുക്കാം, സ്പൂണിലെടുത്ത് ഒഴിച്ചു കൊടുക്കാം. അതിൽ ഇങ്ങനെ മുങ്ങിക്കിടക്കട്ടെ. ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കഴിക്കട്ടെ. വായിലിട്ടാൽ മതി, അലിഞ്ഞങ്ങ് പോകുന്നുണ്ട്. ശരിക്കും ഇത് നമുക്ക് ഈ പഴവും കൂടെ കൂട്ടി കഴിക്കണം കേട്ടോ, അതാണ് കുറച്ചും കൂടെ ടേസ്റ്റ്. നല്ല സോഫ്റ്റാണ്. ഇതിൽ ബ്രെഡിൻ്റെ അളവ് കൂട്ടരുത്. എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെയും മെഷർമെൻറ്റ്സ് ഇതേപോലെ തന്നെ എടുക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റായിട്ടുള്ള വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന പുഡിങ് ഉണ്ടാക്കാം. ഒരു പ്രത്യേക ടേസ്റ്റുള്ള പുഡിങ്ങാണ്. ഗസ്റ്റിനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചോദിക്കും എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന്. ഒരു വെറൈറ്റി പുഡിങ് അല്ലേ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.